നമസ്തേ. ഉപാസന ആസ്ട്രോളജി എന്ന ഈ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ഓഗസ്റ്റ് മാസം ഇടവക്കൂറുകാർക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന കാര്യമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. മേടക്കൂറുകാരുടെ ഫലം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കാർത്തിക മുക്കാൽ രോഹിണി മകീരം വര വരുന്ന ഇടവക്കൂറുകാർക്ക് ഈ ഓഗസ്റ്റ് മാസം ഗുണദോഷ സമ്മിശ്രമായ മാസമാണ്. 1-ാം ഭാവത്തിൽ ഗുരുവും കുജനും, 4-ാം ഭാവത്തിൽ ബുധനും ശുക്രനും, കർമ്മഭാവത്തിൽ ശനിയും സഞ്ചരിക്കുന്നു. ഓഗസ്റ്റ് 16-ാം തീയതി സൂര്യൻ ചിങ്ങത്തിലേക്ക് മാറുമ്പോൾ 4-ാം ഭാവത്തിൽ സൂര്യന് സഞ്ചരിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കുവാനുള്ള സമയമാണ് ഇടവക്കൂറുകാർക്ക് ഓഗസ്റ്റ് മാസം. കാരണം 4-ാം ഭാവത്തിലെ ബുധൻ്റെ ശുക്രൻ്റെ യോഗം ഇവർക്ക് രാജയോഗം നൽകുന്നു. പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാനും അതിൽ വിജയം വരിക്കുവാനും യോഗമുണ്ട്. ദൂരയാത്രകൾ നടത്തുവാൻ യോഗം കാണുന്നു. ബുധൻ്റെ ശനി ദൃഷ്ടി മാനസിക ടെൻഷൻ ഉണ്ടാക്കാം. 2-ാം ഭാവാധിപൻ 4-ാം ഭാവത്തിൽ ശുക്രനോട് യോഗം ചെയ്തു നിൽക്കുന്നതിനാൽ സാമ്പത്തികപരമായി ഉയർച്ചയുണ്ടാക്കിയ സമയമാണ്. മാതാവിനുണ്ടാകുന്ന അസുഖങ്ങൾ ഇവർക്ക് മാനസിക ക്ലേശം സൃഷ്ടിച്ചേക്കാം. അതുപോലെ സന്താനത്തിൻ്റെ പഠനത്തെ സംബന്ധിച്ചും ജോലിയെ സംബന്ധിച്ചും ടെൻഷൻ അനുഭവപ്പെടാം. പഠിക്കുന്ന കുട്ടികൾക്ക് അലസത, ഉറക്കം എന്നിവ അനുഭവപ്പെടാം. പുതിയ വീട്, വാഹനം എന്നിവ വാങ്ങുവാനുള്ള യോഗം കാണുന്നു. വീട് പണി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഓഗസ്റ്റ് മാസം അനുകൂലമായ സമയമാണ്. വാഹന ലാഭവും കാണുന്നു. ദാമ്പത്യ വിഷയം പരിശോധിച്ചാൽ ചെറിയ കലഹങ്ങൾ ദാമ്പത്യത്തിൽ കാണുന്നു. അത് പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ കാണുന്നുള്ളൂ. പുതിയ വാഹനം വാങ്ങുവാനുള്ള യോഗമുണ്ടെങ്കിലും വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ചെറിയ അപകടങ്ങൾ ഉണ്ടാകുവാനോ വണ്ടിക്ക് കേടുപാടുകൾ ഉണ്ടാകുവാനോ സാധ്യത കാണുന്നു. അതുകൊണ്ട് ഈ ഒരു മാസം ഡ്രൈവ് ചെയ്ത് ദൂരയാത്രകൾ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ആരോഗ്യപരമായി ചിന്തിച്ചാൽ ലഗ്നത്തിലെ ചൊവ്വ ശരീരത്തിൽ ചെറിയ മുറിവുകൾ, തലക്ക് പരിക്ക്, പൊള്ളൽ എന്നിവ ഉണ്ടാക്കാം. ഈശ്വരാനുഗ്രഹമുള്ളതുകൊണ്ട് വലിയ പരിക്കുകൾ പറ്റാതെ ചെറിയ പരിക്കിലൂടെ അത് ഒഴിവായി പോകും. കർമ്മപരമായി ചിന്തിച്ചാൽ ജോലിയിൽ മാറ്റം ഉണ്ടാകുവാനോ നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുവാനുള്ള യോഗം ഇടവക്കൂറുകാർക്ക് കാണുന്നുണ്ട്. ഓഗസ്റ്റ് 16 മുതൽ കർമ്മകാരകനായ സൂര്യൻ്റെ ദൃഷ്ടി കർമ്മത്തിലേക്കുണ്ട്. അത് ജോലിയിൽ ഉയർച്ച ഉണ്ടാകുവാനോ പ്രമോഷൻ ഉണ്ടാകുവാനോ യോഗം കാണുന്നു. ക്ഷിപ്രകോപം, എടുത്തുചാട്ടം എന്നിവ ഈ കാലത്ത് കൂടുതലുണ്ടാകാം. ഇതുമൂലം കുടുംബത്തിൽ അശാന്തി, ബന്ധുക്കളുടെ ഇടയിൽ അപകീർത്തി, അകൽച്ച എന്നിവ ഉണ്ടാക്കാം. ആത്മ സംയമനം പാലിക്കുക. എന്ത് കാര്യത്തിനിറങ്ങുമ്പോഴും എടുത്തുചാട്ടം ഒഴിവാക്കി സംയമനം പാലിച്ച് 2 വട്ടം ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ബിസിനസ്സിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കുക. ആലോചിച്ച് മാത്രം ചെയ്യുക. പരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ 4 ചൊവ്വാഴ്ച രക്തപുഷ്പാഞ്ജലി കടും പായസം നടത്തുക. ഈ നക്ഷത്രക്കാർക്കുള്ള പൊതുവായ ഫലങ്ങളാണ് ഞാനീ പറഞ്ഞത്. ജാതകത്തിലെ ദശാപഹാരങ്ങൾ അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതിലെ അനുകൂല ഫലങ്ങൾ അനുഭവപ്പെടാം. മിഥുനക്കൂറുകാരുടെ ഫലം അടുത്ത ദിവസം വീഡിയോ ആയി ഞാൻ ഇടാം. അതുവരെ നന്ദി, നമസ്കാരം.